കഴിഞ്ഞ ദിവസം കുറച്ച് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ കാണാനിടയായത്. പരസ്യമാണ് പ്രത്യേകിച്ച് കേട്ടോ. അതിനകത്ത് അവർ പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, ഫ്രണ്ട് ആപ്പിന്റെ ഇന്നത്തെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേരളം ഇത്രത്തോളം വിശാലമായോ അല്ലെങ്കിൽ മലയാളിയുടെ മനസ്സ് ഇത്രത്തോളം വിശാലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയെന്ന് എന്നെ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് പരസ്യത്തിൽ പറയുന്നത് ഭാര്യ ഭർത്താവിനോട് പറയുന്നു ഫ്രണ്ട് ആപ്പിലൂടെ കുറച്ച് സുഹൃത്തുക്കളെ സമ്പാദിച്ചുകൂടെ, അതുകൊണ്ട് ഫ്രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പെട്ടെന്ന് തന്നെ കുറച്ച് സുഹൃത്തുക്കൾ സമ്പാദിക്കാനായിട്ട് ഒരു ഇൻഫ്ലുവൻസർ സ്വന്തം ഭർത്താവിനോട് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റിനകത്ത് ഫ്രണ്ട് ആപ്പിലൂടെ കണ്ടുപിടിച്ച സുഹൃത്തിന്റെ കൂടെ ഒരു ഡേറ്റ് അല്ലെങ്കിൽ സംസാരിച്ചിരിക്കാനായിട്ട് ഭാര്യ പോകുന്നു. ഭർത്താവ് അതിന് ഓക്കെ നീ പോയിട്ട് വാന്നും പറഞ്ഞ് സേഫ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, ഇത് കേരളം തന്നെയാണോ അതോ ഒരു അല്ലെങ്കിൽ അമേരിക്കൻ ഡ്രീമിലാണോ നമ്മൾ ജീവിച്ചു പോകുന്നത്? സത്യം പറഞ്ഞാൽ ആ രീതിയിലാണ് ഈ പരസ്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. കാരണം ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞ ഈ ആപ്പ് ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആൻഡ് നിങ്ങൾക്ക് ഇതിലൂടെ നല്ല സുഹൃത്തുക്കളെ കിട്ടുമെന്നൊക്കെയാണ് അവര് കോരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതൊന്നുമല്ല കാര്യം. നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയി നോക്കുമ്പോൾ ഫ്രണ്ട് ആപ്പ് 17+ ആണ്. ഓൾമോസ്റ്റ് അപ്പോൾ അഡൽട്സിന് പറ്റുന്ന ഒരു ആപ്പായിട്ടാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, ആപ്പ് സ്റ്റോറിൽ കാണിക്കുന്നത്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആണുങ്ങൾക്ക് പൈസ കൊടുക്കണം, പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണ്. ഇങ്ങനെ വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും ടിൻഡറിനും ഇതേ ഏകദേശം രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് മലയാളികൾ കാശ് കൊടുത്തിട്ട് ആരും ഫ്രണ്ട്സിനെ സമ്പാദിക്കാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതിനകത്ത് പല വേറെ പർപ്പസ് ആയിരിക്കും ഇവർ കാശ് മുടക്കിയിട്ട് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ മലയാളി. നമ്മളെല്ലാത്തിന്റെ അവസാന ഘട്ടം വരെ പിഴിഞ്ഞെടുക്കും, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ സ്വഭാവമാണ്. അപ്പം നിങ്ങളൊന്നും ആലോചിച്ചു, ഒരു 100 രൂപ 200 രൂപ കൊടുത്തൊരു ഫ്രണ്ട് ആപ്പിൽ കയറിയിട്ട് നമ്മുടെ 2 സുഹൃത്തുക്കളെ സമ്പാദ്യമായിരിക്കും നമ്മുടെ പരിപാടി അല്ല. സോ എനിക്ക് ഇങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സിനോട് പറയാനുള്ള കാര്യം വെച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതൊരു ഡേറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ ഒരു അഡൽസിന് പറ്റിയൊരു ആപ്പ് എന്ന രീതിയിലാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് ഭയങ്കര സേഫാണ്, സെക്യൂർ ആണ്, നിങ്ങളത് അങ്ങനെ ചെയ്യണം, നല്ല കൂട്ടുകാരെ കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ടായിരിക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ ഒരു അവസ്ഥ അല്ല ഇപ്പോഴത്തന്നെ നമ്മുടെ ഒരു സൊസൈറ്റി ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇൻഫ്ലുവൻസേഴ്സ് നല്ലതിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം നമ്മൾ ഒരിക്കലും ഒരു തെറ്റായ കാര്യം നമ്മളിങ്ങനെ നല്ല രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഷുഗർ കോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ടായിരിക്കാം ഫ്രണ്ട് ആപ്പിൽ നിന്ന്, അല്ലാതെ ഇങ്ങനത്തെ വായി തോന്നിയെന്ന് വിളിച്ചു പറയേണ്ട കാര്യം നിങ്ങൾക്കില്ലല്ലോ. സോ അത് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഒരു മിതത്വം പുലർത്തിയിട്ട് അത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ റിയാലിറ്റിയെ മൊത്തത്തിൽ മറച്ചു വെക്കാതെ കാണിച്ചുകൊണ്ട് മാത്രം പരസ്യം ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പം ഒരു പ്രായപൂർത്തിയാത്തൊരു കുട്ടിയാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിക്ക് പെട്ടെന്ന് കാശ് കിട്ടും. ഈ റോസ് എന്നൊക്കെ പറഞ്ഞ് കാശ് കിട്ടുന്നുണ്ട് കുറെ. കാരണം അങ്ങനെ കിട്ടുന്നത് അതിലൂടെ അവൾ ചാറ്റ് ചെയ്ത് വേറെ രീതിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ ഒരു കുടുംബം തകരാറിലാക്കുന്നത്? അപ്പം ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് എനിക്കിതേ പറയാനുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ കാണുന്ന അമ്മമാരാണ് ഇവരുടെയൊക്കെ വീഡിയോ കൂടുതലായിട്ട് കാണുന്നത്. കാരണം ഇതൊക്കെ ബ്യൂട്ടി ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞ രീതിയിലോട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവരുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മക്കളും ഇതുപോലത്തെ ആൾക്കാരുടെ വീഡിയോ കാണുന്നുണ്ടോ നോക്കുക. പ്ലസ് ഇതൊക്കെ കണ്ടിട്ട് ഫ്രണ്ട് ആപ്പ് മക്കളുടെ ഫോണിലോ വല്ലതും കാണുന്നുണ്ടോ നോക്കുക. അങ്ങനെ